യൂട്യൂബറെ പാപ്പരാസി എന്ന് വിളിച്ച് സാബുമോൻ. സാബുമോന് എന്തുമാകാമോ? സിനിമാ താരങ്ങളുടെയും പ്രശസ്തരുടെയും പിറകെ ഒറ്റക്കെട്ടായി ഓടുന്ന യൂട്യൂബേഴ്സിനെ നാം കാണാറുണ്ട്. മോഹൻലാലും മമ്മൂട്ടി അടക്കം സൂപ്പർ സ്റ്റാറുകൾ പോലും യൂട്യൂബേഴ്സിനോട് സഹകരിക്കാറുമുണ്ട്. ഒരു പൊതുചടങ്ങിൽ വീഡിയോ പകർത്താനെത്തിയ യൂട്യൂബർമാരുടെ വീഡിയോ സാബുമോൻ ഫോണിൽ പകർത്തി. ഇതിനെതിരെ ഒരു പ്രമുഖ യൂട്യൂബ് ചാനലായ നീലക്കുയിൽ, ഞങ്ങൾ സെലിബ്രിറ്റികളല്ലല്ലോ, പിന്നെ എന്തിന് ഞങ്ങളുടെ വീഡിയോ പകർത്തണം എന്ന് സാബുമോനോട് ചോദിച്ചപ്പോൾ അതിന് സാബുമോൻ പറഞ്ഞ മറുപടി, നിങ്ങൾ പാപ്പരാസികളല്ലേ, അപ്പോൾ നിങ്ങളെയും പകർത്താം എന്നാണ്. എടാ ബ്ലൂ ഫിലിം എന്ന് കേട്ടിട്ടുണ്ട്, നീലക്കുയില് ഞാൻ ആദ്യം കേൾക്കുന്നതാണ്. നീ എന്തിനാടാ ഇതിന്റെ ഇടയിൽ? ഞാൻ പാപ്പരസിയുടെ പോകേണ്ടി ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ നീ എന്തിനോ കാണാറുണ്ട് വീഡിയോസ് ഒക്കെ? നീലക്കുയിലെ വീഡിയോസ് കാണാറുണ്ടോ? ഇല്ല, ഞാൻ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോ കാണാറുണ്ട്. കാരണം നീ പെമ്പിള്ളേരുടെ വേറെ ആംഗിളിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതാണ് ലോ ആംഗിളിന്റെ കേട്ടില്ലോ, എന്റെ ലോ ആംഗിളാണ്. ഇല്ലല്ലോ, എന്റെ ലോ ആംഗിളാണ്. തന്റെ മൊബൈലിൽ പകർത്തിയ വീഡിയോ പിന്നീട് സാബുമോൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പോസ്റ്റിന് താഴെ സാബുമോൻ ഇങ്ങനെ കുറിച്ചു: മനുഷ്യരുടെ ഓരോ ചലനങ്ങളും അവയവങ്ങളും ക്യാമറയിൽ പകർത്തി കഴുകന്മാർക്ക് ഇട്ടുകൊടുക്കുന്ന മാധ്യമ സിംഹങ്ങൾ ഫോണെന്ന് അവരുടെ നേരെ പിടിച്ചപ്പോഴേക്കും മുഖം മറച്ച് ഓടിക്കളഞ്ഞു എന്ന്. കഴുകന്മാർ, മാധ്യമ സിംഹങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുമ്പോൾ സാബുമോൻ ഒന്നോർക്കുന്നത് നന്ന്. സാബുമോനെ വളർത്തിയതും ഈ മാധ്യമ സിംഹങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ കാലം സാബുമോൻ മറന്നുപോയോ? ബിഗ് ബോസ് പോലെയുള്ള വലിയ റിയാലിറ്റി ഷോകളിൽ പോലും സാബുമോന് ഇത്രയും ജനപിന്തുണ നേടിത്തന്നത് ഈ യൂട്യൂബേഴ്സും മാധ്യമ പ്രവർത്തകരും തന്നെയല്ലേ? ലസിത പാലക്കലിന് സാബുമോൻ അന്നയച്ച മെസ്സേജ് കേരളം മുഴുവനും കണ്ടതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല പിള്ളയാകാനായി സാബുമോൻ നോക്കണ്ട. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.